റമദാനിൽ നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണ്. തഹജ്ജുദ് നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നവരാണ്. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആ സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഒരു ദിക്ർ പറഞ്ഞു തരാം. ഈ ദിക്ർ നമ്മൾ പറഞ്ഞാൽ നമുക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1000 നന്മകൾ അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. 1000 തിന്മകൾ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാൻ. 7 ഭൂമിയേക്കാളും വിശാലമായ അല്ലാഹു തആല 1000 ദറജകൾ നമുക്ക് തരുന്നതാൻ. മാത്രമല്ല പ്രകാശത്തിനാലുള്ള വലിയ തൂണുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ കൊട്ടാരങ്ങൾ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നതാൻ. പ്രകാശത്തിനാലുള്ള ബെഡ്റൂമുകളും പ്രകാശത്തിനാലുള്ള 1000 സിംഹാസനങ്ങളുമുള്ള വലിയ കൊട്ടാരങ്ങൾ അല്ലാഹു നമുക്ക് തരുന്നതാൻ. ഇത് ദഖായിറുൽ ഇഖ്വാൻ എന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ദിക്ർ ചൊല്ലിയാൽ? അതായത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ ദറജകൾ ഉയരാനും വിശുദ്ധമായ റമദാനിന്റെ റഹ്മത്തിന്റെ 10 വിട പറയുന്നു. അള്ളാഹുവിന്റെ കരുണ നമുക്ക് ഒരുപാട് കണ്ട് കിട്ടാനും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനം കിട്ടാനും സ്വർഗപ്രവേശനം കിട്ടാനും നരകമോചനം ലഭിക്കാനും നമ്മൾ അത്താഴത്തിന്റെ സമയത്ത് ഒരു വട്ടമെങ്കിലും പറയണം. അത്താഴത്തിന്റെ സമയത്ത് 7 തവണയാണ് ഇത് ചൊല്ലേണ്ടത്. 7 തവണയാണെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. ഒന്ന് കേട്ടോ, നല്ലപോലെ പഠിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. അല്ലാഹുവേ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ, എന്നെന്നും നിലനിൽക്കുന്നവനായ, എല്ലാത്തിനും കഴിവുള്ളവനായ, എല്ലാത്തിനും ശക്തിയുള്ളവനായ അല്ലാഹുവേ, ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്. എൻ്റെ നഫ്സിനോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയവനാണ്. ഒരുപാട് തിന്മകൾ, ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തവരാണ്. പുറത്തു തരണേ അല്ലാ. ഒന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഉമ്മച്ചിമാരെ, വാപ്പമാരെ, മുടങ്ങാതെ മറക്കാതെ നമ്മൾ ഇന്ന് തൊട്ടല്ലെങ്കിൽ നാളെ തൊട്ട് പറയണേ. അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ 7 വട്ടമാണ് ചുരുങ്ങിയത് പറയേണ്ടത്. ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ഇതിന്റെ പ്രതിഫലം അല്പമെങ്കിലും നേടാൻ ഞാനും നിങ്ങളും മറന്നു പോവരുതേ.